ഹായ്, ഇനി നമുക്ക് ടെംപ്ലേറ്റ് എങ്ങനെ അപ്രൂവൽ വാങ്ങിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മാനേജിലാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മെസ്സേജ് 24 hours ലോട്ടൊരു മെസ്സേജ് അയക്കാൻ, അതായത് മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കാൻ, യൂട്ടിലിറ്റി മെസ്സേജ് അയക്കാൻ, ഇതിനൊക്കെ വാട്സപ്പിന് വന്ന് അപ്രൂവൽ വാങ്ങിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനേജിൽ പോയിട്ട് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്സപ്പ് നമ്പറിൻ്റെ വ്യൂ ആൾ ടെംപ്ലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ചെയ്ത ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ഇനി പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. അതിനുശേഷം 3 തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് വാട്സപ്പിൻ്റെ ഭാഗത്തുനിന്ന്. യൂട്ടിലിറ്റി, മാർക്കറ്റിംഗ്, ഒതൻറ്റിക്കേഷൻ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് പറയാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറിലോട്ട് മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കുക. അതായത് നമുക്ക് ഉള്ള ആഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കസ്റ്റമറിലോട്ട് ബട്ടൺ വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നതിനാണ് മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് 78 പൈസ പ്ലസ് ടാക്സ് ആണ് നിലവിൽ ചാർജ് വാട്സപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് മെസ്സേജ് അയക്കുന്ന രീതിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോളോ അപ്പ് മെസ്സേജ് എന്തും ആവാം, അതായത് കസ്റ്റമർക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നതാവാം, നമ്മൾക്ക് വാട്ടർ സ്റ്റാറ്റസ് പോകുന്നതാകാം, സർവീസിൻ്റെ ബാക്കി പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നതാകാം. എന്തിനാണ് യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് ഫോളോ അപ്പ് മെസ്സേജ് കാര്യങ്ങൾ പോകുന്നതൊക്കെ യൂട്ടിലിറ്റി എന്ന് പറയും. പിന്നെ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് OTP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് അത് അവൈലബിൾ ആവില്ല. യൂട്ടിലിറ്റിയും മാർക്കറ്റിങ്ങിനും കൂടുതൽ കസ്റ്റമേഴ്സിനും വേണ്ടി വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെംപ്ലേറ്റിന് നെയിം കൊടുക്കുക. ന്യൂ മാർക്കറ്റിംഗ് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ മെസ്സേജ്, ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമേജ്, അല്ലെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്തും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, സൈഡിൽ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് മെസ്സേജ്, അതായത് കസ്റ്റമറിലോട്ട് പോകേണ്ട മെസ്സേജ് കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം ഹായ് കസ്റ്റമർ വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് അവർ നെയിം വെച്ചിട്ട് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് വേരിയബിൾ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ അയക്കുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മൾ നെയിം കൊടുക്കണമെങ്കിൽ നെയിം കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടൻറ്റ് കൊടുക്കേണ്ടത് വെച്ചാൽ വാട്സപ്പ് API എന്ന് എന്താണ് കണ്ടൻറ്റ് എന്തെങ്കിലും കോപ്പി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്താണ് മാറ്റർ കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇത് സാമ്പിൾ വാല്യൂ ആണ് നെയിം. അതായത് നമ്മൾ കസ്റ്റമർക്ക് ഒരു സാമ്പിളായിട്ട് നെയിം ഇത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി വേരിയബിൾ കൊടുത്തല്ലോ. അപ്പോൾ നെയിം ആണെങ്കിൽ നെയിം ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഫൂട്ടറായിട്ട് മെസ്സേജ് താങ്ക്സോ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ഫൂട്ടർ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് താഴെ വരുന്ന ഇൻട്രാക്റ്റീവ് ആക്ഷൻസ് നോൺ, അതുപോലെ കോൾ ടു ആക്ഷന്, ക്വിക്ക് റീപ്ലൈ, അല്ലെങ്കിൽ ഓൾ എന്ന് പറയുന്നത് ഇത് മിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. കോൾ ടു ആക്ഷൻ ബട്ടണും ക്വിക്ക് റീപ്ലൈയും മിക്സഡ് ആയിട്ടുള്ള രീതിയാണ് ഓൾ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കാൻ പോകുന്ന കോൾ ടു ആക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആഡ് ടു അടിച്ചു. കോൾ ചെയ്യാനുള്ള ബട്ടണാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് കോൾ നൗ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ കൺട്രി കോഡ്, നമ്മൾ മൊബൈൽ നമ്പർ, നമ്മൾ എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ കൺട്രി കോഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പർ അടിക്കുന്നു. ഇനി അടുത്ത് വേണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലോട്ട് എന്തെങ്കിലും റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം URL ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ബൈ നൗ അല്ലെങ്കിൽ സൈൻ അപ്പ് നൗ എന്നൊക്കെ കൊടുത്തതിന് ശേഷം വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിന്നെ ഡയറക്റ്റ് തന്നെ കസ്റ്റമറിലോട്ട് നമ്മൾ വെബ്സൈറ്റിലോട്ട് വരുത്താവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് ടെംപ്ലേറ്റ് അടിക്കുന്നു. സോറി, ഇവിടെ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം സബ്മിറ്റ് അടിക്കുന്നു. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ മാനേജറിലോട്ട് തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിക്കുക.
ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പെൻഡിങ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചതിന് ശേഷം പെൻഡിങ്ങിന് കാണിക്കാൻ സിങ്ക് നടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി ബാക്ക് അടിച്ച് പോയേക്കാം, വ്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിലവിലും പെൻഡിങ്ങിലാണ്. ഇത് പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ അപ്രൂവ്ഡ് എന്നുള്ള ലിസ്റ്റിൽ നമുക്ക് ക്രിയേറ്റ് ഡേറ്റും കാര്യം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അപ്രൂവ്ഡ് ആണ്. ഇനി ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് വെക്കുന്നതിന് ശേഷം സിങ്ക് അടിക്കുന്നു, ഒന്നുകൂടി ബാക്ക് അടിക്കുന്നു, വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ പെൻഡിങ് കാണിക്കുന്നത് ഇപ്പം എന്ത് എറർ ഉണ്ടായിരിക്കും. അത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്താ അപ്രൂവ്ഡ് എന്നുള്ള സ്റ്റാറ്റസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ നമ്മൾ ചെയ്തത് മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ് ആണ്. ഇനി നമുക്ക് യൂട്ടിലിറ്റിയും ഇതുപോലെ തന്നെയാണ് അപ്രൂവൽ എടുക്കേണ്ടത്. യൂട്ടിലിറ്റി എല്ലാ കേസിലും അപ്രൂവൽ കിട്ടിക്കണമെന്നില്ല. കാരണം വാട്സപ്പിന് അത് ഫോളോ അപ്പ് മെസ്സേജ് ആണെന്നുള്ള അത് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അതിന് അപ്രൂവൽ കിട്ടുള്ളൂ. അതിന് ഫോർമാറ്റ് ഉണ്ട്, അതിന് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചെയ്ത യൂട്ടിലിറ്റിൻ്റെ ഫോർമാറ്റ് കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് വി ആർ ഫോളോ അപ്പിംഗ് ഓർ കോൾ വിത്ത് കസ്റ്റമർ സർവീസ് യുവർ കേസ് ആസ് പ്രോഗ്രസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജ് ആഡ് ചെയ്തിട്ട് കസ്റ്റമറോട് ഫോളോ മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് ചാറ്റ് ആയിട്ട് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം എല്ലാ ടെംപ്ലേറ്റുകൾക്കും പിന്നെ യൂട്ടിലിറ്റിൻ്റെ അപ്രൂവൽ കിട്ടില്ല. കാരണം യൂട്ടിലിറ്റിക്ക് ചെറിയ പൈസ വരുന്നുള്ളൂ. ഏകദേശം 11 പൈസ 12 പൈസ റേഞ്ചിലെ അതിന് എമൗണ്ട് വരുന്നുള്ളൂ. പക്ഷേ മാർക്കറ്റിങ്ങിനാണെങ്കിൽ 78 പൈസ വരുന്നുണ്ട്. അപ്പം ഫോളോ അപ്പ് മെസ്സേജാണ് വാട്സപ്പിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ടെംപ്ലേറ്റ്സിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യാമ്പയിനുമായി വന്നിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.